വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് കൂടിയാണ്. ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണം. ഇറാന്റെ സൈനിക ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു. ആക്രമണത്തിന് പിന്തുണ നൽകിയിട്ടില്ലെന്ന് US അറിയിച്ചു. US ഇറാൻ ആണവ ചർച്ച നടക്കാനിരിക്കെയാണ് ആക്രമണം. VK സുഹൈൽ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സുഹൈൽ, ആണവ ചർച്ചകൾ, അമേരിക്കയുമായുള്ള ആണവ ചർച്ചകൾ നടക്കാനിരിക്കെയാണ് ഇപ്പോൾ ഒരു ആക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് പെട്ടെന്നുണ്ടായിരിക്കുന്നത്. എന്താണ് ആ പെട്ടെന്നുള്ള കാരണമായത്? എന്തൊക്കെ വിവരങ്ങൾ ഇത് സംബന്ധിച്ച് ലഭിക്കുന്നു? സുഹൈൽ. ജിൽസി, പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ ഒരിക്കലും സമാധാനം ആഗ്രഹിക്കുന്നില്ല എന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടാണ് ഇറാന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ഇപ്പോൾ ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നത്. ഇറാനിലെ പ്രസ് TV തന്നെ ഇപ്പോൾ ഇറാന്റെ ന്യൂക്ലിയർ കേന്ദ്രങ്ങളടക്കം ആക്രമിക്കപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കുകയാണ്. തെഹ്റാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്ഫോടനങ്ങൾ കേട്ടതായുള്ള റിപ്പോർട്ടുകൾ വരുന്നു. ഏതായിരുന്നാലും ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ ഭീഷണി ഉണ്ടായിരുന്നു. കഴിഞ്ഞ 24 മണിക്കൂർ മുമ്പ് തന്നെ ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേൽ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, അമേരിക്കയും ഇക്കാര്യത്തിൽ അറിവുണ്ടായിരുന്നു എന്ന് തന്നെയാണ്. ഇസ്രായേലിന്റെ ഈ പ്ലാനിനെ കുറിച്ച് അമേരിക്കക്ക് നേരത്തെ തന്നെ അറിവുണ്ടായിരുന്നു എന്നാണ് വിവിധ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറയുന്ന ഒരു കാര്യം നിർണായകമാണ്. ഇത് ഒറ്റ ആക്രമണത്തിൽ അവസാനിപ്പിക്കാനുള്ളതല്ല എന്ന സൂചനയാണ് ബെന്യാമിൻ നെതന്യാഹു നൽകുന്നത്. ആസ് ലോങ് ആസ് നെസസറി, ആവശ്യമുള്ളിടത്തോളം അത്രയും വലിയ ആക്രമണങ്ങൾ ഇനിയും തുടരും എന്നുള്ള ഒരു വലിയ നിർദ്ദേശം, വലിയൊരു ഭീഷണി തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു മുഴക്കുകയാണ്. ഏതായാലും ഇപ്പോൾ തെഹ്റാനിലേക്കുള്ള വിമാനങ്ങളെല്ലാം നിർത്തിവെച്ചതായുള്ള റിപ്പോർട്ടുകൾ വരുന്നു. തെഹ്റാനിലെ പ്രധാനപ്പെട്ട എയർപോർട്ട് ഇപ്പോൾ അടച്ചു കഴിഞ്ഞു. വലിയൊരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. എങ്ങനെയായിരിക്കും ഇക്കാര്യത്തിൽ ഇറാന്റെ ഒരു പ്രതികരണം എന്നറിയാനുണ്ട്. US-ഉം ഇറാനും തമ്മിലുള്ള ചർച്ചകൾ, ആണവ ചർച്ച അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കാനിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു ആണവ കരാറിലേക്ക് പോകരുത് എന്ന് ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട രാജ്യം ഇസ്രായേലാണ്. കാരണം അത്തരമൊരു കരാർ സ്വാഭാവികമായും ഇസ്രായേലിന് തിരിച്ചടിയായിരിക്കും എന്നുള്ളതാണ് അവർ വിചാരിക്കുന്നത്. അടുത്ത ഞായറാഴ്ച ഇക്കാര്യത്തിൽ ഒരു നിർണായകമായ ചർച്ച നടക്കാനിരിക്കുകയാണ് ഇത്തരമൊരു ആക്രമണം നടന്നിരിക്കുന്നത്. പക്ഷേ അമേരിക്ക പറയുന്നത് ഇക്കാര്യത്തിൽ ഈ ഒരു ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ല, തങ്ങൾക്ക് അറിവില്ല എന്ന രൂപത്തിലെല്ലാം പറയുന്നു. പക്ഷേ സുഹൈൽ, അതാണ് സംശയം ഉയർത്തുന്നത്. അമേരിക്ക പറയുന്നത് ഇത്തരത്തിലൊരു ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ല, തങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നു. പക്ഷെ അമേരിക്കയുടെ യാതൊരു അനുമതിയും ഇല്ലാതെ, അറിവുമില്ലാതെ ഇത്തരം ഒരു ആക്രമണത്തിന് ഇസ്രായേൽ മുതിരുമെന്നാണോ വിശ്വസിക്കേണ്ടത്? US-ന്റെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആണ് ഇത്തരമൊരു ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്നും ആക്രമണം നടത്താൻ പാടില്ല എന്ന അർത്ഥത്തിലാണ് അമേരിക്ക പ്രതികരിച്ചത് എന്നെല്ലാം പറയുന്നത്. പക്ഷേ US മാധ്യമങ്ങൾ തന്നെ പറയുന്നത് അമേരിക്കയ്ക്ക് എല്ലാവിധ അറിവും ഇക്കാര്യത്തിലുണ്ടായിരുന്നു. അതിൽ സമ്മതമുണ്ടോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് ഇപ്പോൾ ഒരു സംശയം നിലനിൽക്കുന്നത്. ഡൊണാൾഡ് ട്രംപും നെതന്യാഹുവും തമ്മിൽ ഇക്കാര്യത്തിലാണ് പ്രധാനപ്പെട്ട തർക്കമുണ്ടായിരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വന്നിരുന്നത്. നേരത്തെ തന്നെ ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേൽ പല ഘട്ടങ്ങളിൽ ഒരുങ്ങിയിരുന്നു. ആ ഘട്ടങ്ങളിലെല്ലാം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് അതിന് തടയിട്ടത് എന്നാണ് അന്നെല്ലാം റിപ്പോർട്ടുകൾ വന്നിരുന്നത്. ആ സമയത്താണ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ പര്യടനം നടന്നത്. ആ പര്യടനം നടന്ന ഉടനെ ആക്രമണത്തിന് ഒരുങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ ആക്രമണം ഗസയെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. ഇപ്പോൾ ബെന്യാമിൻ നെതന്യാഹുവിന്റെ എക്കാലത്തെയും സ്വപ്നമാണ് ഈ മേഖലയിൽ ഇറാനാണ് ഇനി ആകെ അവശേഷിക്കുന്ന പ്രധാനപ്പെട്ട ഭീഷണി. ആ ഭീഷണി കൂടി ഇല്ലാതെയാക്കും. അതോടുകൂടി പശ്ചിമേഷ്യയെ ഫ്രീ ആക്കും, ഇസ്രായേലിന് ഭീഷണിയില്ലാത്ത ഒരു പശ്ചിമേഷ്യയാക്കും എന്നെല്ലാമാണ് നെതന്യാഹു കാലങ്ങളായി അദ്ദേഹത്തിന്റെ പ്രചാരണ വേളയിൽ, തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും അല്ലാത്തപ്പോഴും എല്ലാം പ്രസംഗിച്ചുകൊണ്ടേയിരുന്നത്. ആ തരത്തിലുള്ള ഒരു വലിയ ആക്രമണത്തിനാണോ, ഇറാനെ ആകെ ആക്രമിക്കാനുള്ള ഒരു ഒരുക്കമാണോ ഇസ്രായേൽ നടത്തുന്നത് എന്നതടക്കം ഇപ്പോൾ ഒരു അഭ്യൂഹം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായിരുന്നാലും ഇക്കാര്യത്തിൽ ഇനി ഈ ഇറാൻ എങ്ങനെ തിരിച്ചടിക്കുന്നു, ഈ US-ഉമായുള്ള ഒരു ചർച്ച നടക്കാനിരിക്കെ അതിന് കാത്തിരിക്കുമോ, അതല്ല അതിനു മുമ്പ് തന്നെ ഒരു തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ളതാണ് നമുക്ക് അറിയാനുള്ളത്. സുഹൈൽ, അതുപോലെ തന്നെ വലിയ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുന്ന ഒരു ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിയിരിക്കുന്നതെന്ന് കൂടിയാണ്. എങ്ങനെയായിരിക്കും ഒരുപക്ഷെ ഈ മേഖലയെ ഇത് സ്വാധീനിക്കുക, ബാധിക്കുക? വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇറാൻ തിരിച്ചടിക്കുകയാണെങ്കിൽ അതൊരു വലിയ യുദ്ധത്തിലേക്ക് മാറാനുള്ള സാധ്യത, അങ്ങനെയാണെങ്കിൽ പശ്ചിമേഷ്യ വീണ്ടും വലിയ കുഴപ്പങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത തന്നെയാണ് നമ്മൾ മുൻകൂട്ടി കാണേണ്ടത്. തീർച്ചയായും ജെൽസി, പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാൻ അത്തരം ഒരു വലിയ തിരിച്ചടിയിലേക്ക് പോകാനാണോ സാധ്യത? അതല്ല
ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ഒരു ആണവ കരാറിലേക്ക് പോകാനാണോ എന്നുള്ളതാണ് ഏറ്റവും നിർണായകം. ഇക്കാര്യത്തിൽ യുഎസിന്റെ നിലപാട് തന്നെയായിരിക്കും പശ്ചിമേഷ്യയുടെ ഗതി നിർണ്ണയിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. യുഎസ് സമ്പൂർണ്ണമായി ഇസ്രായേലിന്റെ കൂടെ നിൽക്കുന്നു എന്ന തോന്നൽ ഇറാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനായി ആ തരത്തിലുള്ള പല മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. യുഎസ് ഇറാനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ചെറിയ യുദ്ധമായിരിക്കില്ല, അത് വലിയൊരു യുദ്ധത്തിലേക്കായിരിക്കും പോവുക എന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനായി പലതവണ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും അറബ് രാജ്യങ്ങളിലുള്ള യുഎസിന്റെ ബേസുകൾ, സൈനിക കേന്ദ്രങ്ങൾ, ആ കേന്ദ്രങ്ങൾ വരെ ആക്രമിച്ച് തകർക്കും എന്ന് ഇറാൻ ഭീഷണി മുഴക്കിയിട്ടുണ്ട്. അപ്പോൾ യുഎസിന്റെ പിന്തുണ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ ചർച്ചകൾ അപ്രസക്തമാണ് എന്ന് ഇറാന് ബോധ്യപ്പെടും. അങ്ങനെ ബോധ്യപ്പെടുന്ന ഘട്ടത്തിലായിരിക്കും വലിയൊരു യുദ്ധത്തിലേക്ക് ഇറാൻ പോവുക. ശരി, ബി കെ സുഹൈലാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇറാനിലാണ് ഇപ്പോൾ ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നത്. വലിയ ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്ന ആക്രമണം. പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങളെ പൂർണ്ണമായും തിരസ്കരിക്കാനുള്ള ശ്രമങ്ങളാണോ ഇസ്രായേലിന്റെ ഭാഗത്തുണ്ടാകുന്നത് തുടങ്ങിയ സംശയങ്ങളുണ്ട്. എന്തായാലും അമേരിക്ക ഈ ആക്രമണത്തിന് പിന്തുണ നൽകില്ല എന്നുകൂടി അറിയിച്ചിട്ടുണ്ടെങ്കിലും അമേരിക്കയുടെ അനുമതി തീർത്തുമില്ലാതെയാണോ ഇത്തരം ആക്രമണത്തിന് ഇസ്രായേൽ ഇറങ്ങി പുറപ്പെട്ടത് എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ അവശേഷിക്കുന്നുണ്ട്. എന്തായാലും ആണവ കരാർ ചർച്ചകൾ നടക്കാനിരിക്കെയാണ് ഇത്തരം ആക്രമണം എന്നുള്ളത് കൂടിയാണ് വളരെ ശ്രദ്ധേയമായിരിക്കുന്നത്. ബി കെ സുഹൈലാണ് വിവരങ്ങൾ നൽകിയത്.